Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം വരാൻ പോകുന്നത് ഈ മാസം 25-ാം തീയതിയാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. സോ ഡെയിലി MCQസിൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഈ ഒരു മൊഡ്യൂളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആരംഭിക്കുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ക്രാഷ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ MCQs ആൻഡ് മോക്ക് ടെസ്റ്റ് ഇത് രണ്ടും മാത്രമായിട്ട് വേണമെങ്കിൽ അതും അവൈലബിൾ ആയിരിക്കും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഇനി കൊമേഴ്സ് ബേസിൽ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ആ ഒരു പോസ്റ്റിൻ്റെ കോച്ചിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. സോ അഡ്മിഷൻ ഓപ്പൺ ആണ്, ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സീറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ മാർക്കറ്റിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിലോട്ടാണ് കിടക്കുന്നത്. മൂവിങ് ടു നമ്പർ 1, കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: The information search stage always involves only internal memory retrieval. Number 2, post-purchase dissonance occurs when a consumer experiences regret or unease after a buying decision. Number 3, the final stage of the consumer buying process is the purchase decision. Now option only 2, 1 and 2, 2 and 3 all are correct. നമുക്ക് നോക്കാം. നമ്പർ 1, ദ ഇൻഫർമേഷൻ സെർച്ച് സ്റ്റേജ് ഓൾവേസ് ഇൻവോൾവ്സ് ഓൺലി ഇൻറ്റേർണൽ മെമ്മറി റിട്രീവൽ. തെറ്റല്ലേ വരുന്നത്? നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ സ്റ്റേജിൽ ഇൻറ്റേർണൽ കാര്യങ്ങൾ മാത്രമാണോ? അല്ല, പുറമേ എക്സ്റ്റേണലായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നോ അല്ല ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യും, അല്ലാണ്ട് ഇൻറ്റേർണൽ മാത്രമല്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്, പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് ഒക്കേഴ്സ് വെൻ എ കൺസ്യൂമർ എക്സ്പീരിയൻസസ് റിഗ്രറ്റ് ഓർ അൺഈസ് ആഫ്റ്റർ എ ബൈയിങ് ഡിസിഷൻ. അത് കറക്റ്റ് അല്ലേ? എന്താണ് പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മേടിച്ചത് റൈറ്റ് പ്രൊഡക്റ്റ് അല്ല എന്നുള്ളൊരു അല്ലേ, നമുക്ക് തന്നെ അയ്യോ കാശ് പോയി. ചിലപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ കാശ് പോയി. അപ്പോൾ അതാണ് പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് അല്ലേ, നമുക്ക് തന്നെ റിഗ്രറ്റ് വരാണ് ബൈയിങ് ഡിസിഷനിൽ. അപ്പോൾ വരുന്നതാണ് പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ്. കറക്റ്റാണ്. Number 3, the final stage of the consumer buying process is the purchase decision. ലാസ്റ്റ് പറഞ്ഞ പർച്ചേസ് ഡിസിഷൻ ആണോ? അല്ല, പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ ആണ് അവസാനമായിട്ട് വരുന്നത് പർച്ചേസ് ഡിസിഷന് ശേഷം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓൺലി 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. നമ്പർ 1, റെഫറൻസ് ഗ്രൂപ്പ്സ് ആർ സൈക്കോളജിക്കൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ബൈയിങ് ഡിസിഷൻ. പെർസെപ്ഷൻ, മോട്ടിവേഷൻ, ലേണിംഗ് ആർ ക്ലാസിഫൈഡ് ആസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്പർ 3, സോഷ്യൽ ക്ലാസ് ഈസ് എ കൾച്ചറൽ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് കൺസ്യൂമർ പ്രിഫറൻസസ്. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്. 1 and 3, 2 and 3, 1 and 2 all are correct. നമുക്ക് നോക്കാം. നമ്പർ 1, റെഫറൻസ് ഗ്രൂപ്പ്സ് ആർ സൈക്കോളജിക്കൽ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ബൈയിങ് ഡിസിഷൻ. ആദ്യത്തെ തെറ്റല്ലേ? റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടറിലാണ് വരുന്നത്, അല്ല സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമ്പർ 2, പെർസെപ്ഷൻ, മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ആർ ക്ലാസിഫൈഡ് ആസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അത് കറക്റ്റാണ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതല്ലേ. ഇന്നർ ഫീലിങ്സ്, നമ്മുടെ മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ്.
Number 3, social class is a cultural factor that influences consumer preferences. കറക്റ്റ് ആണ്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് കൾച്ചറൽ ഫാക്ടറിൽ വരുന്നതാണ്. ഹൈറാർക്കി ബേസിൽ എന്താണ് കൾച്ചറൽ ഫാക്ടറിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സോഷ്യൽ ക്ലാസ്. സോ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. എപ്പോഴും ഫാക്ടേഴ്സ് ഓരോന്നിൻ്റെ പഠിക്കുന്ന സമയത്ത് കൾച്ചറൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. സോ എന്നാൽ മാത്രമേ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കുള്ളൂ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CRMനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. CRM's primary goal is to maximize the short-term profit of every single transaction. Number 2, customer lifetime value CLV is a key metric used in CRM to predict total revenue from a customer relationship. Number 3, operational CRM focuses on automating customer facing processes like sales and service. 1 and 2, 1 and 3, 2 and 3 all are correct. നോക്കാം നമുക്ക്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? CRM's primary goal is to maximize short-term profit of every single transaction എന്നാണ്. തെറ്റല്ലേ? പ്രൈമറി എയിം എന്താണ്? ഗോൾ എന്താണ്? ലോങ് ടൈമിൽ കസ്റ്റമറെ ലോയൽ കസ്റ്റമറാക്കി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്, അല്ലാണ്ട് ഷോർട്ട് ടൈം പ്രോഫിറ്റ് അല്ല. ആദ്യത്തെ തെറ്റാണ്. രണ്ടാമത്, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഈസ് എ കീ മെട്രിക് യൂസ്ഡ് ഇൻ CRMൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് CLV ടു പ്രെഡിക്ട് ടോട്ടൽ റവന്യൂ ഫ്രം എ കസ്റ്റമർ റിലേഷൻഷിപ്പ്. കറക്റ്റാണ്. എന്തിനാണ് CLV യൂസ് ചെയ്യുന്നത്? ഏത് കസ്റ്റമേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കസ്റ്റമറിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാകുന്നത്, അപ്പോൾ കൂടുതൽ അവരെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അവർ നമ്മുടെ ലോയൽ കസ്റ്റമറാണ്, അവരിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ബെനഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. അപ്പോൾ ഇറ്റ്സ് എ കീ മെട്രിക് യൂസ്ഡ് ഇൻ CRM ടു പ്രെഡിക്ട് ടോട്ടൽ റവന്യൂ. കറക്റ്റാണ്, ഫ്രം എ കസ്റ്റമർ റിലേഷൻഷിപ്പ്. നമ്പർ 3, ഓപ്പറേഷണൽ CRM എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ കാര്യങ്ങൾ, ഫ്രണ്ട് ഓഫീസ് ഫങ്ഷൻസ്, അതാണ് ഓപ്പറേഷണൽ CRM. ഫോക്കസസ് ഓൺ ഓട്ടോമേറ്റിംഗ് കസ്റ്റമർ ഫേസിങ് പ്രോസസ്സസ് ലൈക്ക് സെയിൽസ് ആൻഡ് സർവീസ്. കറക്റ്റാണ്, ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഡേ ടു ഡേ കാര്യങ്ങൾ, ഫ്രണ്ട് ഓഫീസ് ഫങ്ഷൻസ്, റൂട്ടീൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് ഓപ്പറേഷൻ CRMൻ്റെ ഫോക്കസ് എന്നാണ് പറയുന്നത്. ആണല്ലോ, സെയിൽസ്, സർവീസ്, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. സെഗ്മെൻറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. Number 1, psychographic segmentation divides the market based on social class, lifestyle or personality. Number 2, geographic segmentation is the most effective way to segment markets for digital software products. Number 3, for segmentation to be effective, a segment must be actionable and measurable. 1 and 3, 1, 2 and 3 all are correct. നോക്കാം നമുക്ക്. Number 1, psychographic segmentation ഇന്നർ ഫീലിങ്സിൻ്റെ ബേസിൽ ഡിവൈഡ്സ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ ക്ലാസ്, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്. കറക്റ്റ് അല്ലേ? സൈക്കോഗ്രാഫിക്കിലാണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ബേസിൽ. കറക്റ്റാണ്. നമ്പർ 2, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ടു സെഗ്മെൻറ്റ് മാർക്കറ്റ്സ് ഫോർ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഡിജിറ്റൽ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിൻ്റെ സെഗ്മെൻറ്റേഷൻ ഏറ്റവും ബെസ്റ്റ് ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണെന്ന് പറയുന്നത്. അത് ശരിയാവില്ലല്ലോ. ഇപ്പോൾ ബിഹേവിയറലോ അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക്കോ ഒക്കെ അല്ലേ ഏറ്റവും സ്യൂട്ടബിൾ ആവുക ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, അല്ലേ? സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിന്. അല്ലാണ്ട് ഏരിയയുടെ ബേസിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണോ നമ്മൾ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ്? ഇപ്പോൾ കേരളത്തിൽ മൊത്തം ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ നമുക്ക് കൊടുക്കാം, അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ലല്ലോ, ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ബിഹേവിയറിലോ അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷനൊക്കെയാണ്. ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ഇത് സ്യൂട്ടബിൾ ആവുക? അപ്പോൾ നമ്പർ 2, രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജിയോഗ്രാഫിക്കിൻ്റെ ബേസിലല്ല ശരിക്കും ഇതിൻ്റെ ആപ്റ്റ് സെഗ്മെൻറ്റേഷൻ വരാം. അപ്പോൾ അത് തെറ്റാണ്. നമ്പർ 3, ഫോർ സെഗ്മെൻറ്റേഷൻ ടു ബി ഇഫക്റ്റീവ് എ സെഗ്മെൻറ്റ് മസ്റ്റ് ബി ആക്ഷണബിൾ ആൻഡ് മെഷറബിൾ. കറക്റ്റാണ്. നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത് മെഷർ ചെയ്യാൻ സാധിക്കണം. നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ആ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടണം. വെറുതെ കാറ്റഗറൈസ് ചെയ്യലല്ല. ഓക്കെ, അപ്പോൾ ആക്ഷനബിൾ, നമുക്ക് ആ കാറ്റഗറൈസേഷനിലൂടെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാനും മെഷർ ചെയ്യാനും സാധിക്കണം. അപ്പോൾ 1ഉം 3 കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചോദ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. Convenience products are purchased frequently with minimum comparison effort, like milk snacks. Specialty products are those for which consumers will make a special purchasing effort due to unique characteristics. Unsold products are items that the consumer is aware of but does not want to buy under any circumstances. 1 and 2, 2 and 3, 2 all are correct. നോക്കാം നമുക്ക്. നമ്പർ 1, കൺവീനിയൻസ് പ്രൊഡക്ട്സ് ആർ പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്ലി വിത്ത് മിനിമം കമ്പാരിസൺ എഫർട്ട്. കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് അതിനെ കൺവീനിയൻസ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഡെയിലി പോവുക, കടയിൽ പോയിട്ട് പാലെടുക്കുക അല്ലെങ്കിൽ ബ്രെഡ് മേടിക്കുക എന്ന് പറയുന്നത് അത് എന്താണ്, ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ആർ ദോസ് ഫോർ വിച്ച് കൺസ്യൂമേഴ്സ് വിൽ മേക്ക് എ സ്പെഷ്യൽ പർച്ചേസിങ് എഫേർട്ട് ഡ്യൂ ടു യൂണിക് ക്യാരക്ടറിസ്റ്റിക്. കറക്റ്റ് അല്ലേ? സ്പെഷ്യാലിറ്റി ഡയമണ്ട് മേടിക്കാൻ പോകുന്നു, കാർ മേടിക്കാൻ പോകുമ്പോൾ നമുക്കത് എക്സ്പെൻസീവ് ആണ്, വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ മേടിക്കുള്ളൂ. അതിൻ്റെ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സും ചിലവൊക്കെ കാരണം. ഇനി നമ്പർ 3, അൺസൗൾഡ് പ്രൊഡക്ട്സ് ആർ ഐറ്റംസ് ദാറ്റ് ദ കൺസ്യൂമർ ഈസ് അവെയർ ഓഫ് ബട്ട് ഡസ് നോട്ട് വാണ്ട് ടു ബൈ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. അത് തെറ്റാണ്. അൺസൗൾഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ലൈക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇൻഷുറൻസ് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ കേസ് അങ്ങനെയാണ്. നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതാണ് മെയിൻ സംഭവം അൺസൗട്ടിൻ്റെ. അല്ലാണ്ട് അവർ അത് മേടിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നില്ലേ. ഇവിടെ പറയുന്നത് എന്താണ്, ബട്ട് ഡസ് നോട്ട് വാണ്ട് ടു ബൈ അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ഒരു സർക്കംസ്റ്റാൻസസിലും അൺസൗട്ട് പ്രൊഡക്ട്സ് ആൾക്കാർക്ക് മേടിക്കണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. അവർ മേടിക്കും, ബട്ട് അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അൺസൗട്ട് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി ചിലപ്പോൾ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കണം എന്നില്ല, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നില്ലല്ലോ. എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോഴാണ് ശരി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിക്കാം, പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് പോകുന്നത്. അല്ലാണ്ട് അവർ മേടിക്കില്ല എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 1ഉം 2 കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 MCQ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്ത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ ചോദ്യങ്ങളുടെയും എക്സ്പ്ലനേഷൻസ്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ക്രാഷ് ബാച്ച് ആണെങ്കിൽ ക്രാഷ് ബാച്ച്, അല്ലെങ്കിൽ MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ ഇത് രണ്ടിനും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾറെഡി നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതൊക്കെ കാണാം കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.